Hello everyone, welcome back to Rank Excel PSC. SCERT ന്യൂ ടെക്സ്റ്റ് ബുക്ക് സീരീസിലെ 10th നമ്മൾ ഹിസ്റ്ററി ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യൂണിറ്റ് 8 നമ്മൾ ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഒരു 25 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞതുമാണ്. അപ്പോൾ ആ മോക്ക് ടെസ്റ്റിന്റെ ബാക്കിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മറ്റേ ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ. 2012 ഡൽഹി നഗരത്തിൽ ഒരു പെൺകുട്ടി ലൈംഗികാതിക്രമത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾക്കും പുതിയ നിയമങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമായ പ്രസ്ഥാനം ഏത്? മണ്ഡൽ പ്രസ്ഥാനം, നാരി ശക്തി പ്രസ്ഥാനം, നിർഭയ പ്രസ്ഥാനം, ബഹുജൻ പ്രസ്ഥാനം. ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ്? 2012 ഡൽഹി നഗരത്തിൽ ഒരു പെൺകുട്ടി ലൈംഗികാതിക്രമത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾക്കും പുതിയ നിയമങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ കാരണമായിട്ടുള്ള പ്രസ്ഥാനമാണ് നിർഭയ പ്രസ്ഥാനം. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, നിർഭയ പ്രസ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നർമ്മദ ബച്ചാവോ ആന്തോളൻ ഏത് പദ്ധതിക്കെതിരെയാണ് രൂപപ്പെട്ടത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ ഏത് പദ്ധതിക്കെതിരെയാണ് രൂപപ്പെട്ടത്? തെഹ്രി ഡാം, സർദാർ സരോവർ പദ്ധതി, ഹിരാക്കുഡ് ഡാം, ഇന്ദിരാ സാഗർ പദ്ധതി. ഇതില് ഓപ്ഷൻ ഏതാണ് വരുന്നത്? നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായിട്ടാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നുള്ള പദ്ധതി രൂപപ്പെട്ടത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സർദാർ സരോവർ പദ്ധതിയാണ്. നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായിട്ടാണ് ഈ പ്രസ്ഥാനം രൂപപ്പെട്ടത്. അതുപോലെ തന്നെ ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെയും പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായിട്ടും പ്രവർത്തിച്ചു. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലിനും പുനരധിവാസത്തിനും എതിരായിട്ടും നിലകൊണ്ടു. നർമ്മദ ബച്ചാവോ ആന്തോളൻ രൂപീകരിച്ചത് ആരാണ്? നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ അത് വരുന്നുണ്ട്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് വിവരാവകാശ നിയമം രൂപീകരിക്കാൻ കാരണമായ സംഘടന. വിവരങ്ങൾ സാധാരണയായി 30 ദിവസത്തിനുള്ളിൽ നൽകണം. ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാകുന്ന കാര്യങ്ങളാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 3 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം, ഓപ്ഷൻ ഡി തെറ്റായ പ്രസ്താവനകൾ ഒന്നുമില്ല. അപ്പൊ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് വിവരാവകാശ നിയമം രൂപീകരിക്കാൻ വേണ്ടി കാരണമായിട്ടുള്ള സംഘടന. 1990 ഈ ഒരു സംഘടനയാണ് ഈ വിവരാവകാശ പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുന്നത്. അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിന് ഉള്ള അവകാശമാണ് വിവരാവകാശ നിയമം ഉറപ്പുവരുത്തുന്നത്. അപ്പൊ അത് പ്രകാരം വിവരങ്ങൾ 30 ദിവസത്തിനുള്ളിൽ നൽകണം എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാകുന്ന കാര്യങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. 7 ദിവസത്തിനുള്ളിൽ അല്ല, 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ഇപ്പൊ 3 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, ഗവർണറുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ്. ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ്. ഗവർണർ തന്റെ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മുഖ്യമന്ത്രി തലവനായുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ്.
ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2, 3 മാത്രം, ഓപ്ഷൻ സി 1, 3 മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയില്ല. ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശുപാർശ പ്രകാരം എന്നാണ് കേട്ടോ പറയുക. നമ്മൾ പറയുമ്പോൾ ശുപാർശ എന്ന് പറയുമെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ആ ഒരു വേർഡ് എന്ന് പറയുന്നത് ശുപാർശ എന്നാണ്. ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് എന്നുള്ള പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ്. കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. ഗവർണർ തന്റെ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മുഖ്യമന്ത്രി തലവനായുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിഭജനാനന്തരമുള്ള അഭയാർത്ഥി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? തട്ടിക്കൊണ്ടുപോകപ്പെട്ട വ്യക്തികൾക്കുള്ള നിയമം 1949, വീണ്ടെടുക്കലും പുനരധിവാസവും. പലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും നിയമം 1954. പൗരത്വ നിയമം 1955. അപ്പൊ വിഭജനാനന്തരമുള്ള അഭയാർത്ഥി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1, 2 മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3. ഇത് മൂന്നും എന്താണ്? വിഭജനാനന്തരമുള്ള അഭയാർത്ഥി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളാണ്. അപ്പൊ ഇത് മൂന്നും അതിൽ വരുന്നതാണ്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട വ്യക്തികൾക്കുള്ള വീണ്ടെടുക്കലും പുനരധിവാസം നിയമം 1949, പലായനം ചെയ്തവർക്കുള്ള നിയമം 1954, നഷ്ടപരിഹാരവും പുനരധിവാസവും. പൗരത്വ നിയമം 1955. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം നിർഭയ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 2011, ഓപ്ഷൻ ബി 2012, ഓപ്ഷൻ സി 2013, ഓപ്ഷൻ ഡി 2015. നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം നിർഭയ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2013 വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലൈംഗികാതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായുള്ള അതിവേഗ കോടതികളും ഫാസ്റ്റ് ട്രാക്ക് കോർട്സും വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ദേശീയ സംഘടനയായ NFFന്റെ പൂർണ്ണരൂപം എന്താണ്? NFFന്റെ പൂർണ്ണരൂപം. ഓപ്ഷൻ എ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫെഡറേഷൻ, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം, നാഷണൽ ഫിഷർമെൻ ഫൗണ്ടേഷൻ, നാഷണൽ ഫിഷറി ഫ്രണ്ട്. ഇതിലേതാണ് NFFന്റെ പൂർണ്ണരൂപമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ ഉയർന്നു വന്ന പ്രശസ്തമായ പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ, സൈലന്റ് വാലി പ്രക്ഷോഭം, ചിപ്കോ പ്രസ്ഥാനം, അപ്പിക്കോ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ ഉയർന്നു വന്ന പ്രശസ്തമായ പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചിപ്കോ പ്രസ്ഥാനാണ്. അതുപോലെ തന്നെ തദ്ദേശീയ ജനതയ്ക്ക് വനവിഭവങ്ങൾക്കു മേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടും ഈ ഒരു പ്രസ്ഥാനം നിലകൊണ്ടു. അതുപോലെ സ്ത്രീ പങ്കാളിത്തവും നേതൃത്വവും ഇതിന്റെ ഒരു സവിശേഷതയാണ്. വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്ന സമരരീതിയാണ് ചിപ്കോ പ്രസ്ഥാനം തുടർന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? സുന്ദർലാൽ ബഹുഗുണ, മേധാ പട്കർ, ബാബ ആംതെ, ചണ്ഡി പ്രസാദ് ഭട്ട്. അപ്പൊ ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ സുന്ദർലാൽ ബഹുഗുണ. നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരെയും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ കുടിയൊഴിപ്പിക്കലിനെതിരെയും രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ, സൈലന്റ് വാലി പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനം,
ബിഷ്ണോയ് പ്രസ്ഥാനം. ഇതില് ഏതാണ്? നർമ്മദാ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരെയും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ കുടിയൊഴിപ്പിക്കലിനെതിരെയും രൂപം കൊണ്ട പ്രസ്ഥാനം. ഓപ്ഷൻ എ നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരെ തിരിച്ചും ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും വേഗം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, നർമ്മദ ബച്ചാവോ ആന്തോളൻ. അടുത്ത ക്വസ്റ്റ്യൻ, നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തി ആരാണ്? സുന്ദർലാൽ ബഹുഗുണ, മേധാ പട്കർ, സുഗതകുമാരി, വന്ദന ശിവ. അപ്പൊ നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, മേധാ പട്കർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിക്കെതിരെയാണ് സൈലന്റ് വാലി പ്രക്ഷോഭം നടന്നത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി, സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി, ശബരിഗിരി പദ്ധതി, പള്ളിവാസൽ പദ്ധതി. ഇതിലെ ഏത് ജലവൈദ്യുത പദ്ധതിക്കെതിരെയാണ് സൈലന്റ് വാലി പ്രക്ഷോഭം നടന്നത്? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതിയാണ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ആൻസറും. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം സംഘടനയെ കുറിച്ചുള്ള NFF-നെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1980-കളുടെ മധ്യത്തോടെയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചത്. വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധനത്തിന് ട്രോളിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിനെ ഈ സംഘടന ശക്തമായി എതിർത്തു. കടലോര പരിസ്ഥിതി സംരക്ഷണം ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നല്ലായിരുന്നു. മേൽപ്പറഞ്ഞവയിൽ ഏതാണ് ശരിയായവ? ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. ഇപ്പൊ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം സംഘടനയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 1, 2 എന്നിവ മാത്രം. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റായിട്ടുള്ളതാണ്. കടലോര പരിസ്ഥിതി സംരക്ഷണം എന്താണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് NFF-ന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടമൊക്കെ ശക്തമാക്കിയത്. ഇതിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ സംഘടനാ ബോധം ഉണർന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കാനും സഹായകമായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2000, 2002, 2006, 2013. ഇപ്പൊ ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? ഇതിൽ ഓപ്ഷൻ ബി 2002 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന്? 2002, 2005, 2006, 2010. പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ സി 2006 ഈ ഒരു നിയമം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2002, 2006, 2011, 2013. അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 2013 ആണ്. 2013 ഈ ഒരു നിയമം വരുന്നത്. ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കിയ വർഷം എന്ന്? 2004, 2005, 2006, 2008. ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? ഓപ്ഷൻ ബി 2005 ആണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്ന തീയതി എന്ന്? 2005 ഒക്ടോബർ 12, 2005 ജനുവരി 26, 2005 ഓഗസ്റ്റ് 15, 2006 ഒക്ടോബർ 12.
അപ്പൊ ഇന്ത്യയിൽ വിവരാവകാശ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്ന തീയതി എന്ന്? ഇതില് ഓപ്ഷൻ എ 2005 ഒക്ടോബർ 12 അടുത്ത ക്വസ്റ്റ്യൻ 1990 രാജസ്ഥാനിലെ ഭീം തഹസിലിൽ വിവരാവകാശത്തിനായുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഘടന ഏതാണ്? ഷേത്കാരി സംഘടന, മസ്ദൂർ കിസാൻ ശക്തി സംഘടന, ഭാരതീയ കിസാൻ യൂണിയൻ, നർമ്മദ ബച്ചാവോ ആന്തോളൻ. 1990 രാജസ്ഥാനിലെ ഭീം തഹസിൽ വിവരാവകാശത്തിനായുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഘടനയാണ് ഓപ്ഷൻ ബി മസ്ദൂർ കിസാൻ ശക്തി സംഘടന, MKSS. അടുത്ത ക്വസ്റ്റ്യൻ EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ഉയർന്നു വന്ന പ്രശസ്തമായ പ്രസ്ഥാനം ഏതാണ്? ആത്മാഭിമാന പ്രസ്ഥാനം, ജസ്റ്റിസ് പാർട്ടി, ദ്രാവിഡ പ്രസ്ഥാനം, മസ്ദൂർ കിസാൻ പ്രസ്ഥാനം. EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ഉയർന്നു വന്ന പ്രശസ്തമായ പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ദ്രാവിഡ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 1985 വരെ അസമിൽ നടന്ന ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സംഘടന ഏതാണ്? ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ, അസം ഗണപരിഷത്ത്, ദ്രാവിഡ മുന്നേറ്റ കഴകം, ഭാരതീയ കിസാൻ യൂണിയൻ. അപ്പൊ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 85 വരെ അസമിൽ നടന്ന ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സംഘടന ഏതാണ്? ഇത് ഓപ്ഷൻ എ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്ന സംഘടനകളെ അവയുടെ പ്രവർത്തന മേഖലയുമായി ശരിയായ ചേരുംപടി ചേർക്കുക. സംഘടന, പ്രസ്ഥാനം. സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പേരുകളാണ് ആദ്യം തന്നിട്ടുള്ളത്. ഭാരതീയ കിസാൻ യൂണിയൻ, മസ്ദൂർ കിസാൻ ശക്തി സംഘടന, ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ. ഇതിന്റെ മേഖലകൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, വിവരാവകാശം. അപ്പൊ ഏത് മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു പ്രസ്ഥാനം എന്നുള്ളതാണ് വിവരാവകാശം. അസം കുടിയേറ്റ വിരുദ്ധം, ഉത്തർപ്രദേശ് കർഷക സമരം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണ്? ഭാരതീയ കിസാൻ യൂണിയൻ. ഭാരതീയ കിസാൻ യൂണിയൻ എവിടെയാണ് വന്നത്? ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശാണ്. കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭാരതീയ കിസാൻ യൂണിയൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടന രാജസ്ഥാനിലാണ്, വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ഓപ്ഷൻ ബി ആണ്, അസം കുടിയേറ്റ വിരുദ്ധമാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 1 സി, 2 എ, 3 ബി. അടുത്ത ക്വസ്റ്റ്യൻ ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് മേഖലയെ വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി സമരം നയിച്ച സംഘടന ഏതാണ്? ഗോർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്, ജാർഖണ്ഡ് മുക്തി മോർച്ച, തെലങ്കാന രാഷ്ട്ര സമിതി, മിസോ നാഷണൽ ഫ്രണ്ട്. അപ്പൊ ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് മേഖലയെ വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി സമരം നയിച്ച സംഘടന ഏതാണ്? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം ഔദ്യോഗികമായിട്ട് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 2000, 2012, 2014, 2019. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2014 തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം 1984 നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ തണ്ടർബോൾട്ട്, ഓപ്പറേഷൻ പോളോ.
അപ്പൊ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം 1984 നടത്തിയ സൈനിക നടപടിയുടെ പേരെന്ത്? അപ്പൊ ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1985 രാജീവ് ഗാന്ധിയും ഏത് സിഖ് നേതാവും തമ്മിലാണ് ചരിത്രപരമായ പഞ്ചാബ് കരാർ ഒപ്പുവെച്ചത്? ലാൽ ഡെങ്ക, അംഗാമി സാഫു ഫിസോ, ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ, ഒമർ അബ്ദുള്ള. ഇതില് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് 2019 കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്? ഓപ്ഷൻ എ അനുച്ഛേദം 356, ഓപ്ഷൻ ബി അനുച്ഛേദം 370, ഓപ്ഷൻ സി അനുച്ഛേദം 360, ഓപ്ഷൻ ഡി അനുച്ഛേദം 32. അപ്പൊ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് 2019 കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്? ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 370 പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വടക്കു കിഴക്കൻ സംസ്ഥാനമായ മിസോറാമിൽ പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നയിച്ച മിസോ നാഷണൽ ഫ്രണ്ട് എന്ന സംഘടനയുടെ നേതാവ് ആരായിരുന്നു? അംഗാമി സാഫു ഫിസോ, ലാൽ ഡെങ്ക, സുഭാഷ് ഗി സിംഗ്, കെ ചന്ദ്രശേഖർ റാവു. വടക്കു കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മിസോറാമിൽ പ്രത്യേക രാജ്യം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നയിച്ച മിസോ നാഷണൽ ഫ്രണ്ട് എന്ന സംഘടനയുടെ നേതാവ് ആരായിരുന്നു? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആണ്. ലാൽ ഡെങ്കെ. ലാൽ ഡെങ്കയാണ് മിസോ നാഷണൽ ഫ്രണ്ട് എന്ന സംഘടനയുടെ നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ. നാഗാലാൻഡിലെ വിഘടനവാദ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നാഗാ നാഷണൽ കൗൺസിൽ എന്ന സംഘടനയുടെ പ്രധാന നേതാവ് ആരായിരുന്നു? ലാൽ ഡെങ്ക, അംഗാമി സഫു ഫിസോ, ഒമർ അബ്ദുള്ള, സത് ലോങ്കോവാൾ. നാഗാലാൻഡിലെ വിഘടനവാദ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നാഗാ നാഷണൽ കൗൺസിൽ എന്ന സംഘടനയുടെ പ്രധാന നേതാവ് ആരായിരുന്നു? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അംഗാമി സഫു ഫിസോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന ഗവർണറുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നിയമസഭ വിളിച്ചു ചേർക്കാനും സഭ പിരിച്ചുവിടാനും ഗവർണർക്ക് നിയമനിർമ്മാണ അധികാരമുണ്ട്. നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ഗവർണറുടെ നിയമനിർമ്മാണ അധികാരത്തിൽ പെടുന്നു. സംസ്ഥാന മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ഗവർണറുടെ കാര്യനിർവഹണ അധികാരമാണ്. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ കാര്യനിർവഹണ തലവൻ ഗവർണറാണ്. ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ് ഗവർണർ. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം ആർക്കാണ്? മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയ്ക്കാണ്. അപ്പൊ യഥാർത്ഥ കാര്യനിർവഹണ തലവൻ എന്ന് ഗവർണറെ പറയാനായിട്ട് പറ്റില്ല. നാമമാത്ര തലവനാണ് ആര്? ഗവർണർ. അതുകൊണ്ടാണ് ആ പ്രസ്താവന തെറ്റാണെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 1983 കേന്ദ്ര ഗവൺമെന്റ് സർക്കാരിയ കമ്മീഷനെ നിയമിച്ചു. സുപ്രീം കോടതിയിലെ റിട്ടയേർഡ് ജസ്റ്റിസ് RS സർക്കാരിയ ആയിരുന്നു ഈ കമ്മീഷന്റെ ചെയർമാൻ. 1988 റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിരുന്നു. മേൽപ്പറഞ്ഞവയിൽ ഏതാണ് ശരിയായവ? 1, 2 എന്നിവ മാത്രം, 2, 3 എന്നിവ മാത്രം, 1, 3 എന്നിവ മാത്രം, 1, 2, 3 എന്നിവയെല്ലാം. ഇപ്പൊ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഗവൺമെന്റുകളെ പിരിച്ചുവിടൽ ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 352, അനുച്ഛേദം 356, അനുച്ഛേദം 360, അനുച്ഛേദം 370.
സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അനുച്ഛേദം 356. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി 356 വകുപ്പ് പ്രയോഗിച്ച് പിരിച്ചുവിട്ട സംസ്ഥാന ഗവൺമെന്റ് ഏതാണ്? കേരളം, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്. ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പഞ്ചാബ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് 356 വകുപ്പ് പ്രയോഗിച്ച് പിരിച്ചുവിട്ട സംസ്ഥാന ഗവൺമെന്റ് പഞ്ചാബാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ 356 വകുപ്പ് ഉപയോഗിച്ച് കേന്ദ്രം പിരിച്ചുവിട്ടത്? 1957, 1959, 1967, 1971. ഇതിൽ ഏത് വർഷമാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1959 കേരളത്തില് ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നത് 356 വകുപ്പ് ഉപയോഗിച്ച്. സംസ്ഥാനത്തിന്റെ നാമമാത്ര കാര്യനിർവഹണ തലവൻ ആരാണ്? മുഖ്യമന്ത്രി, ഗവർണർ, ചീഫ് സെക്രട്ടറി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. സംസ്ഥാനത്തിന്റെ നാമമാത്ര കാര്യനിർവഹണ തലവൻ ആരാണ്? ഓപ്ഷൻ ബി ഗവർണർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന നിയമസഭ വിളിച്ചു ചേർക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം താഴെ പറയുന്നവരിൽ ആർക്കാണ് ഉള്ളത്? സംസ്ഥാന നിയമസഭ വിളിച്ചു ചേർക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം താഴെ പറയുന്നവരിൽ ആർക്കാണ് ഉള്ളത്? മുഖ്യമന്ത്രി, സ്പീക്കർ, ഗവർണർ, രാഷ്ട്രപതി. ഇതിൽ ആർക്കാണുള്ളത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി, ഗവർണർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി. അപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ഗവർണർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ഗവർണറുടെ ഏത് അധികാരത്തിൽ പെടുന്നു? കാര്യനിർവഹണ അധികാരം, നിയമനിർമ്മാണ അധികാരം, സാമ്പത്തിക അധികാരം, വിവേചനാധികാരം. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ഗവർണറുടെ ഏത് അധികാരത്തിൽ പെടുന്നതാണ്? ഓപ്ഷൻ ബി നിയമനിർമ്മാണ അധികാരമാണ്. നിയമനിർമ്മാണാധികാരം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി, മുഖ്യമന്ത്രി, ഗവർണർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇപ്പൊ സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറൽ, PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകാൻ ഗവർണർക്ക് അധികാരം നൽകുന്നത് അദ്ദേഹത്തിന്റെ ഏത് അധികാരത്തിൽ പെടുന്നു? നിയമനിർമ്മാണ അധികാരം, കാര്യനിർവഹണ അധികാരം, നീതിന്യായ അധികാരം, വിവേചനാധികാരം. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകാൻ ഗവർണർക്ക് അധികാരം നൽകുന്നത് അദ്ദേഹത്തിന്റെ ഏത് അധികാരത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ സി നീതിന്യായ അധികാരം. നീതിന്യായ അധികാരത്തിലാണ് വരുന്നത്. ഏത് വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിലാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? 2014-15, 2016-17, 2017-18, 2019-20. ഇപ്പൊ ഏത് വർഷത്തെ കേന്ദ്ര ബഡ്ജറ്റിലാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? ഓപ്ഷൻ സി 2017-18 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയ തീയതി എന്ന്? 2024 ജനുവരി 26, 2024 ഫെബ്രുവരി 15, 2024 മാർച്ച് 31, 2023 ഡിസംബർ 12. ഇപ്പൊ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയ തീയതി എന്നാണ്? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2024 ഫെബ്രുവരി 15 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിക്കുന്ന ബോണ്ടുകൾ എത്ര ദിവസത്തിനകം പണമാക്കി മാറ്റണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരുന്നത്? 7 ദിവസം, 10 ദിവസം, 15 ദിവസം, 30 ദിവസം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിക്കുന്ന ബോണ്ടുകൾ എത്ര ദിവസത്തിനകം പണമാക്കി മാറ്റണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി 15 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രീയത്തിലെ കൂറുമാറ്റം തടയുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് 52ാം ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ഏതാണ്? രാഷ്ട്രീയത്തിലെ കൂറുമാറ്റം തടയുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് 52ാം ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1976, 1985, 1991, 2003. ഇതിലേതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1985. അടുത്ത ക്വസ്റ്റ്യൻ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി, 44ാം ഭേദഗതി, 52ാം ഭേദഗതി, 86ാം ഭേദഗതി. ഇതിലേതാ വരുന്നത്? കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി 52ാം ഭേദഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന, ബീഹാർ. റിസോർട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അംഗങ്ങളുടെ കൂറുമാറ്റം തടയാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യത്യസ്ത തന്ത്രങ്ങളാണ്. ഒരു പാർട്ടിയുടെ വിശ്വസ്ത അംഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് റിസോർട്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇത് 1982 എവിടെയാണ്? ഓപ്ഷൻസ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന, ബീഹാർ ആണ്. എവിടെ? 1982 ഹരിയാനയിലാണ് ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1982 ഹരിയാനയിലാണ് ഇത് ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മുൻ വർഷത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ആകെ വോട്ടിന്റെ 1% കുറയാതെ വോട്ട് നേടിയ രജിസ്റ്റർ ചെയ്ത പാർട്ടികൾക്കാണ് ഇതിലൂടെ ഫണ്ട് സ്വീകരിക്കാൻ അർഹതയുണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്ന വ്യക്തികൾക്കോ കോർപ്പറേറ്റുകൾക്കോ നികുതി ഇളവ് ലഭിച്ചിരുന്നു. ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് വഴിയാണ് ഈ ബോണ്ടുകൾ ലഭ്യമാക്കിയിരുന്നത്. ഇലക്ട്രൽ ബോണ്ടുകൾ മൗലികാവകാശങ്ങൾക്ക് അനുസൃതമാണെന്ന് കണ്ടെത്തിയാണ് സുപ്രീം കോടതി ഇവ നിയമവിധേയമാക്കിയത്. അപ്പൊ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇലക്ട്രൽ ബോണ്ടുകൾ മൗലിക അവകാശങ്ങൾക്ക് അനുസൃതമാണെന്ന് കണ്ടെത്തിയാണ് സുപ്രീം കോടതി ഇവ നിയമവിധേയമാക്കിയത് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഇലക്ട്രൽ ബോണ്ട് മൗലിക അവകാശത്തിന് വിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വരുന്നതും ഭരണാധികാരികളാകുന്നതും ജനാധിപത്യ സംവിധാനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണം ഇല്ലാതാക്കുന്നതിന് ശക്തമായ നിയമ സംവിധാനങ്ങളും ജനങ്ങൾക്കിടയിലെ ബോധവൽക്കരണവും ആവശ്യമാണ്. മേൽപ്പറഞ്ഞവയിൽ ഏതാണ് ശരി? 1 മാത്രം, 2 മാത്രം, 1, 2 എന്നിവ രണ്ടും ശരിയാണ്. 1, 2 എന്നിവ രണ്ടും തെറ്റാണ്. അപ്പൊ ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗവർണറുടെ വിവേചനാധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. നിയമസഭയിൽ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭാ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം പ്രയോഗിക്കാം. സംസ്ഥാന ഭരണകാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണറുടെ വിവേചനാധികാരമാണ്. മേൽപ്പറഞ്ഞവയിൽ ഏതാണ് ശരി?
ഓപ്ഷൻ എ 1 മാത്രം, ബി 2 മാത്രം, സി 1, 2 എന്നിവ രണ്ടും ശരിയാണ്, ഡി 1, 2 എന്നിവ രണ്ടും തെറ്റാണ്. അപ്പൊ ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2 പ്രസ്താവനകളും ശരിയാണ്. നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 75ാമത്തെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർക്ക് സ്വീകരിക്കാവുന്ന നടപടികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ബില്ലിന് അംഗീകാരം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയച്ച ബിൽ സഭ വീണ്ടും പാസാക്കി സമർപ്പിച്ചാൽ ഗവർണർ അതിന് അംഗീകാരം നൽകാൻ ബാധ്യസ്ഥനാണ്. ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കാൻ ഗവർണർക്ക് അധികാരമില്ല. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കാരണം നിയമസഭ പാസാക്കുന്ന ചില ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കാൻ ഗവർണർക്ക് നിയമപരമായിട്ടുള്ള അധികാരം ഉണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന. അപ്പോൾ നമ്മളുടെ 2ാമത്തെ മോക്ക് ടെസ്റ്റും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.